സുസുക്കി അല്ലത് അബരെ ബ്രാൻഡ് വിറ്റതാണിത്. പുറത്ത് കിടക്കുന്നത് ടൊയോട്ടന്റെ വെളുത്ത ഐതറുണ്ട്, കറുത്ത ഐതറും ഉണ്ട്. നമ്മളെ 3 ചങ്ങായിമാര് സുസുക്കിന്റെ ടൊയോട്ടന്റെയും ഈ കാറ് വാങ്ങി. ഈ കാറിന് വലിയൊരു പ്രശ്നം കേട്ടോ. ഈ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കണോലാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോളി, അല്ലെങ്കിൽ അങ്ങനത്തോൾക്ക് വിട്ടുകൊടുക്കി. ഒപ്പം ഈ സാധുവിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളിട്ടോ. ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ ഒന്ന് ഒപ്പം കൂടിയാൽ നമുക്ക് സന്തോഷമാവും. അപ്പൊ വിഷയത്തേക്ക് കടക്കാം. ഒരു സുസുക്കിന്റെ ബ്രാൻഡ് വിറ്റ വണ്ടി നമ്മളെ സുഹൃത്തായ ഷാഉൽ വൺ വേൾഡ് വാങ്ങി. മൂസ വക്കീലോ ഒരു വെളുത്ത ഐതറും വാങ്ങി. CP ബോസ് ഒരു കറുത്ത ഐതറും വാങ്ങി. ഈ 3 കാറിലും ഞങ്ങൾ യോർക്ക് പോവാണെങ്കിലും ഒരു ടർക്കിയോ തോർത്തുണ്ടോ കൊടയോ കയ്യിലും പിടിച്ചാതെ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയൂല. എന്താ ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞതിന് മുന്നേ ഈ വണ്ടികൾ തമ്മിലുള്ള മാറ്റം എന്താണെന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് സുസുക്കി ഉണ്ടാക്കിയ ഗ്രാൻഡ് വിറ്റാര. പണ്ടൊരു സിനിമയിൽ മാമുക്കോയ പറഞ്ഞ മാതിരി കുവൈത്തിൽ 2 മേസിഡസ് വാങ്ങുമ്പോൾ 1 ഫ്രീ കിട്ടുന്ന സുസുക്കി ഉണ്ടാക്കിയ ബ്രാൻഡ് വിറ്റ കാറ് ഗ്രാൻഡ് വിറ്റാര. ഈ കാറിനെ ടൊയോട്ട കുളിപ്പിച്ച് കുപ്പായം മാറ്റി ഇറക്കി ഐതർ എന്ന് പേര് വിട്ട്. അതിന്റെ മുൻഭാഗം എങ്ങനെയാണ് കേട്ടോ, സുസുക്കിന്റെ എസ് മാറി ടൊയോട്ടന്റെ നെണ്ടിറക്കി പിടിച്ചമായിട്ട് ചിഹ്നം വെച്ച്. ബാക്കിൽ നിന്ന് നോക്കിയാലും കാഴ്ചയിൽ 90% ഒരേ മാതിരി തന്നെ. എന്തേലും ഒരു മാറ്റം വരുത്തേണ്ടെന്ന് കരുതി കാരനോലെ പെരന്റെ പ്ലാന് അന്ത്രവും വാങ്ങിയാണ്ട് പെരെടുത്താൽ എങ്ങനെ ഉണ്ടാകുക, അതേമാതിരി ചെറിയൊരു തിരിച്ചിലും പൊളിച്ചിലും ഒക്കെ ഉണ്ട്. ഈ സ്റ്റിയറിംഗിന്റെ അവസ്ഥ നോക്കി, സുസുക്കിന്റെതും ടൊയോട്ടന്റെതും തമ്മിൽ ചിഹ്നത്തിലല്ലാതെ എന്ത് മാറ്റാനുള്ളത്? കാരണം നിങ്ങളൊന്ന് പറഞ്ഞേരി. ഇനി ടയർ നോക്കാം, അവിടെ ലോഗോ മാറി ബ്രോയിലർ കോയും നാടൻ കോയും തമ്മിലുള്ള മാതിരത്തെ ഒരു മാറ്റം അലോയ് വീലിലും വരുത്തി. AC കൺസോൾ, ഡിസ്പ്ലേ, നിൽക്കുന്ന സ്വിച്ചുകൾ വരെ ഒരു ഉമ്മാക്കുണ്ടായ മക്കളെ പോലെ. ഇതിന്റെ പേരാണ് റീബാഡ്ജിങ്. ബലേനോ ഗ്ലാൻസ് ആയി, ബ്രസ അർബൻ ക്രൂയിസറായി, എർട്ടിക റൂമിയോൺ ആയി, ഫ്രോങ്സ് ടൈസറായി, ഇതേമാതിരി ഗ്രാൻഡ് വിറ്റാര ഐതറായി. ടൊയോട്ടക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിനോ? ഈ 2 കാറിന്റെ ഉള്ളത്തെ കാഴ്ചയാണിത്. ഒന്ന് കർണാടക വരെ പോയപ്പോൾ സൺറൂഫ് തുറക്കാതെ തന്നെ വെയിൽ ഉള്ളിക്ക് ഇങ്ങനെ കുത്തി കയറാം. അപ്പൊ ഞങ്ങൾ കരുതി കർണാടകത്തെ വെയിലിന്റെ ശക്തി കൊണ്ടാകുമെന്ന്. അതൊന്ന് ഉറപ്പ് വരുത്താനും വേണ്ടി നമ്മളെ സ്വന്തം കൊണ്ടോട്ടി കൂടെ രാവിലെ ഒന്ന് വണ്ടി വിട്ടുനോക്കി. അത് ഒരു 9 മണി നേരത്ത്. ഈ ഐതറിന്റെ ഗ്രാൻഡ് വിറ്റാറിന്റെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മുടഞ്ഞ ഓലെ, തോർത്തുണ്ടോ, കൊടേ, ടർക്കിയോ നിർബന്ധ. അല്ലെങ്കിൽ വെയിൽ ഉള്ളിക്ക് കുത്തി കയറി മനസ്സിനാകല്ലാതാവും. നിങ്ങൾ കരുതുണ്ടാവും സൺറൂഫ് തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലട്ടോ, തുറന്നിട്ടിട്ടുള്ള കാഴ്ച കണ്ടോളി. തുറക്കാതെ തന്നെ കരിപ്പൂരിന്ന് പോകുന്ന വിമാനത്തിന്റെ ഉള്ളിലുള്ള വലിയ അമ്മോനെ വരെ ഇതിന്റെ ഉള്ളിൽ കൂടെ കാണാം. ഉള്ളത് പറയാലോ, എന്റെ പങ്ങളെ കുട്ടിന്റെ തൊട്ടിലിന്റെ ശീല ഇതിലേറെ കട്ടിയുണ്ട്. ഇതിന്റെ കട്ടി നോക്കി, ഇത് കൊണ്ടായാല് ചായ തേച്ച് ചായപ്പൊടി വേർതിരിച്ച. അതാണ് പറഞ്ഞു വരുന്നത്. ഇത് സുസുക്കിയും ടൊയോട്ടയും കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന ചതിയാണ് എന്ന്. അപ്പൊ ഈ വീഡിയോ കാണുന്നങ്ങൾ പറയും സൺറൂഫിന്റെ ഗ്ലാസ് ഒരു കൂളിംഗ് ഫിലിമാണ് ഒട്ടിച്ചാൽ പോരെയെന്ന്. 24 ലക്ഷം റുപ്യ എടുത്ത് വാങ്ങിയ കാറിന് കസ്റ്റമർ കീസയിലെ പൈസ മുടക്കി ഇനിയും കൂളിംഗ് ഫിലിം ഒട്ടിച്ചേ. അത് നടന്നേ തന്നെ. കമ്പനി ചെയ്ത് എന്റെ ഇതൊക്കെ ഇത് കമ്പനി ഉണ്ടാക്കിയെടുത്തുള്ള കുഴപ്പമല്ലേ? എന്നാ ഇതിനുള്ള ഉത്തരാണ് നമ്മളെ മറ്റൊരു സുഹൃത്ത്. ഈ കാറിനേക്കാളും വിലയിൽ നേരെ താഴെ ഹ്യൂണ്ടായി ക്രെറ്റയും കൊണ്ട് ഞങ്ങൾ പോയ അതേ റൂട്ടിൽ പോയി. സൺ ബ്ലൈൻഡർ തുറന്നിട്ട് തന്നെയില്ല. വെയിൽ കൊണ്ടോക്കി അതൊക്കെ കേറണല്ല. ഇനി സൺ ബ്ലൈൻഡറും സൺറൂഫും തുറന്നിട്ടുള്ള കാഴ്ച കണ്ടോക്കി. ഇതാണ് പറയുന്നത് കാർ ഉണ്ടാക്കിയോടത്തുള്ള കുഴപ്പമാണ്. എന്നാ സർവീസ് സെന്ററിൽ ചെന്നാണ് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന മറുപടിയാണ് ഏറ്റവും വലിയ രസം. ഈ കാറിന്റെ സൺറൂഫ് UV പ്രൊട്ടക്റ്റഡ് ആണ്, വെയിലിന്റെ കാഠിന്യം കുറക്കുന്നു. എങ്ങനെയുണ്ട്? റേഷൻ കാർഡ് കാണിച്ചു കൊടുത്ത കാറ് കൊടുത്തീനെ സോപ്പും പെട്ടിക്ക് ടയർ വെച്ച മാതിരത്തെ കാറുകൾ ഉണ്ടാക്കിയ സുസുക്കി ഒക്കെ ഇജാതി ഒരു കാർ ഇറക്കുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം പ്രതീക്ഷിക്കാം. ഇനി ഈ കാറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സുസുക്കിന്റെ സെയിൽസ് സ്റ്റാഫിനോട് ചോദിച്ചു നോക്കോണ്ടി. അപ്പൊ പറയും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ട്. ഇത് കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കി ചെയ്യണം. പിന്നെയുള്ള പറച്ചില രസം, ഞങ്ങളെ കാറിൽ സ്വിച്ച് നിൽക്കാൻ പോകുന്ന ഗ്ലാസ് ഉണ്ട്, മടങ്ങണ കണ്ണാറുണ്ട്, വയറില്ലാത്ത ചാർജർ ഉണ്ട്. 10 കൊല്ലം മുന്നേ മറ്റുള്ള കമ്പനികൾ കൊണ്ടുവന്നതൊക്കെ ഈ 2025 ഇബലയിൽ എത്തിയല്ലോ. അൽഹംദുലില്ലാ. ഇനി വേറെ കാര്യം കൂടി ഉണ്ട്. ഒന്ന് കാറിന്റെ ഉള്ളിൽ നിന്നാണ് ഏമ്പക്കെട്ടാ മതി, അപ്പാ പെണ്ണ് തുടങ്ങും വാട്ട് കാൻ ഐ ഡു എന്ന്. എന്നിട്ട് ഓളനെ പറയും സോറി ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ് എന്ന്. അതിലൊരു നേരും കാര്യവും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ പറയും. 24 ലക്ഷം കൊടുത്ത് വാങ്ങിയ കാറിൽ വെയിൽ കൊണ്ട് പോകേണ്ട അവസ്ഥ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് കാറിനെ കുറിച്ച് അറിയാത്തോണ്ടാണെന്നുള്ള ന്യായീകരണ കമന്റ് ഇടുന്നവരോട് പറയാനുള്ളത്, പേര് മാറ്റി ട്രൗസറും കുപ്പായും മാറ്റി സുസുക്കിന്റെ ഗർഭപാത്രത്തിലുണ്ടായി ടൊയോട്ടക്ക് ജനറൽ സർട്ടിഫിക്കറ്റ് തിറ്റി കൊടുത്ത വണ്ടിയിലല്ല. ഇതിലും വലിയ ലക്ഷങ്ങളെയും കോടികളെയും വണ്ടികളും ഉള്ളവരാണ് നമ്മളൊപ്പം ഉള്ളവരൊക്കെ. അതിലൊക്കെ ഞാൻ യാത്രയും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഐതറും ബ്രാൻഡ് വിറ്റ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ സൺറൂഫ് ഉള്ളത് പടച്ച റബ്ബിനോർത്ത് വാങ്ങരുത് കേട്ടോ മനുഷ്യന്മാരെ. തലവേദന തീർത്താ തീരൂല. പിന്നെ ഈ സൺറൂഫ് എന്ന് പറയുന്ന തുറക്കണ ചില്ലിന്റെ വാതിൽ പൊളി കേരളത്തിലെ കാലാവസ്ഥക്ക് ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ട് ആകെയുള്ള ഉപകാരം തെരഞ്ഞെടുപ്പിന് നേതാവിനെ കയ്യും വീശി കൊണ്ടുപോവാ. പിന്നെ വയനാട് ചുരത്തുമെന്ന് കുട്ടികൾക്ക് കുരങ്ങനെ രാറ്റ കൊടുക്കാം. ഉപഭോക്തൃ കോടതിയിൽ ഒരു കേസ് കൊടുത്തതിന് പരിഹാരം കാണാൻ നമ്മളെ മൂസ വക്കീലിനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ കാറ് വാങ്ങി പെട്ടോലും ഇനി വാങ്ങാൻ നിൽക്കണോലും ഇതൊക്കെ ഒന്ന് അറിയണല്ലോ. സുസുക്കിയും ടൊയോട്ടയും ഈ കാറുകൾ തിരിച്ചു വിളിച്ച് ഈ തൊട്ടിലി തുണി മാറ്റി കൊടുക്കുന്നു പ്രതീക്ഷിക്കുക. ഇല്ലെങ്കിൽ ജപ്പാൻ നിബലെ തറവാട്ട് നാളെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. മലയാളികളെ പവർ എന്താണെന്ന് അറിയും. നിങ്ങളെ കാറിന് ഈ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി. സർവീസ് സെന്ററിൽ ചെന്ന് പറയാള് പറഞ്ഞോളി, നിയമത്തിന്റെ വഴിക്ക് നീങ്ങിക്കോളി. പിന്നെ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി. ഉപകാരമുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും. പറയാൻ പറ്റൂല എന്തൊക്കെ ഇനി നടക്കാൻ പോണത്. വല്ലാത്തൊരു ഐതറും വല്ലാത്തൊരു ബ്രാൻഡ് വിറ്റ വണ്ടിയും. ഹായ്.